അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, RSSനോടുള്ള വിരോധമാണോ അതോ സർ സംഘചാലകനോടുള്ള വിരോധമാണോ അതോ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലർമാരോടുള്ള വ്യക്തി വിദ്വേഷമാണോ ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് പിറകിൽ? അല്ല, അത് എന്തായാലും വിഷയമല്ല. RSSനോടുള്ള വിരോധമാവാം, മോഹൻജി ഭഗവതിനോടുള്ള വിരോധമാവാം, വൈസ് ചാൻസലർമാരുടെ വിരോധമാവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു ഔചിത്യം വേണം. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അത് സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങളാവട്ടെ നിയമപ്രകാരം പ്രവർത്തിക്കുന്നവയാണ്. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും അതിന് ബാധകമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസൃതമായി ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ആ സ്ഥാപനങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സർവകലാശാല, ആ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആരാണ്? ആ വൈസ് ചാൻസലർ നിയമിക്കുന്ന ആളാണ്. ആ വൈസ് ചാൻസലറെ എങ്ങനെയാണ് നിയമിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് കൽക്കട്ടയിലുള്ള നിന്നുള്ള കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു. മറ്റ് കേരളത്തിൽ നിന്നുള്ള കേസുകളിലൊക്കെ വിധിയുണ്ടായി. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിൽ ഈ ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസ് കൂട്ടങ്ങൾ നടന്നാണ്. തമിഴ്നാട്ടിൽ നടന്നാണ്, കൽക്കട്ടയിൽ നടന്നാണ്. അവസാനം ഇപ്പോൾ ഒരു തീരുമാനം എത്തിയത് എന്താണ്? 3 അംഗ സെർച്ച് കമ്മിറ്റി, അതായത് ചാൻസലർ നിയമിക്കുന്ന ഒരാൾ, നമ്മുടെ UGC നിയമിക്കുന്ന ഒരാൾ, സെനറ്റ് നിയമിക്കുന്ന ഒരാൾ, ഇവർ 3 പേരും ചേർന്ന് 3-ലധികം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അനുയോജ്യരായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റിൽ നിന്നും ഒരാളെ ചാൻസലർ നിയമിക്കുകയും ചെയ്യണമെന്നാണ്. നേരത്തെ ചാൻസലർ നിശ്ചയിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ ആൾ അത് സർക്കാർ നിയമിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ അത് വേണ്ട ആവശ്യമില്ല. ചാൻസലർ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗവർണർ എന്ന നിലയിലുള്ള ജോലിയല്ല ചെയ്യുന്നത്. ചാൻസലർ എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡൻറ്റ് ജോലിയാണ്. അതിൽ സർക്കാരിൻ്റെ ഉപദേശമോ സർക്കാർ പറയുന്നതോ കേൾക്കേണ്ട ആവശ്യമില്ല. ചാൻസലർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം എന്നത് വന്നതിന് ശേഷം ആ മെമ്പറെ ചാൻസലർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിയമിക്കുന്നത്. അങ്ങനെ നിയമിച്ച സെർച്ച് കമ്മിറ്റി ആ സെർച്ച് കമ്മിറ്റി കൊടുത്ത ശുപാർശയിൽ നിന്നും ഒരാളെ വൈസ് ചാൻസലറായി നിയമിക്കുന്നു. ആ യൂണിവേഴ്സിറ്റി ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് ബാധകമായ നിയമങ്ങളൊക്കെ അവർക്ക് ബാധകവുമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരാൾ, ആ ആൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്തു നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാമോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ എന്തൊക്കെ പരിപാടി സംഘടിപ്പിക്കാൻ അനുവാദം കൊടുക്കാം, അതാർക്കൊക്കെ സംസാരിക്കാം, ഈ കാര്യത്തിലൊക്കെ കൃത്യമായ നിയമമുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഈ രാജ്യത്ത് നിരോധിക്കപ്പെടാത്ത ഒരു സംഘടന, ഒരു രാഷ്ട്രീയ സംഘടനയല്ല. രാഷ്ട്രീയ സംഘടനയിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന് അനൗചിത്യമുണ്ട്. രാഷ്ട്രീയ സംഘടനയല്ല, നിരോധിക്കപ്പെട്ട സംഘടനയല്ല, നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രഭാഷണ പരമ്പര കേൾക്കാൻ പോയി. അതിൽ പ്രസംഗിക്കുകയോ സ്വാഗതം പറയുകയോ അധ്യക്ഷം വഹിക്കുകയോ നന്ദി പറയുകയോ ചെയ്തിട്ടില്ല. ആ പ്രഭാഷണം അവർ കേൾക്കാൻ പോയി. അവർ കേട്ടു, അവരവരുടെ പാട്ടിൽ പോയി. ഇതിൽ അപ്പുറമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴേക്ക് ഇതൊക്കെ വലിയ ബഹളമാക്കി അവർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന് അവരെ വിമർശിക്കാനൊക്കെ അധികാരമുണ്ട്. പക്ഷെ അവർ മാപ്പ് പറയണം എന്നൊക്കെ പറയാൻ പോയാൽ അത് എന്താ സംഭവിക്കുക? മുഖ്യമന്ത്രി ചെറുതാവുക. മുഖ്യമന്ത്രി വെറുതെ ചെറുതായി, അവർ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു സർക്കാരിന് നിയമപ്രകാരം അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രതികരിക്കണം. അവർ മാപ്പ് പറയാൻ അവരോട് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതിട്ട് കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് ക്ഷീണമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വിമർശിക്കാം, അവർ പോയത് ശരിയായില്ല എന്നൊക്കെ പറയാം, അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവർ മാപ്പ് പറയണമെന്നൊക്കെ പറയാൻ മുഖ്യമന്ത്രി ആരാ? അപ്പോൾ അതൊന്നും ശരിയായില്ല. മുഖ്യമന്ത്രി സ്വയം ചെറുതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായ വിവാദങ്ങളാണ് കഴിഞ്ഞ സർക്കാരിനെ 35 സീറ്റിലേക്ക് ഇടതുമുന്നണിയെ എത്തിച്ചത്. ഏതിനും വിവാദം ഉണ്ടാക്കലായിരുന്നു പരിപാടി. അങ്ങനെയാണ് 35 സീറ്റിൽ എത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ്
സർക്കാരിന് നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അഡ്വക്കേറ്റ് സി പത്മനാഭൻ, ഇന്നത്തെ മുഖ്യമന്ത്രി 2013 RSS സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹമായിരുന്നല്ലോ മുഖ്യാതിഥി. അതിൽ ഒരു കുഴപ്പമില്ലേ? അല്ല, 2013 ശ്രീ VD സതീശൻ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. കാരണം അദ്ദേഹം 1996 പറവൂരിൽ നിന്ന് മത്സരിച്ച് തോറ്റു, 2001 ജയിച്ചു, 2006 ജയിച്ചു, 2011 ജയിച്ചു, പിന്നെ അയാൾ അങ്ങോട്ട് തോറ്റിട്ടേ ഇല്ല. അപ്പോൾ 2013 RSS സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസ് MLA ആണ്. അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ആ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹം RSS ആവാനൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹം സ്ഥല MLA ആണ്. സ്ഥല MLA എന്ന നിലയിൽ തൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനയായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായം ഐക്യം ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ MLA മാരും MP മാരും ഇഷ്ടംപോലെ പരിപാടിയിൽ പങ്കെടുക്കും. നിരോധിക്കപ്പെടാത്ത ഏത് സംഘടനയുടെ പരിപാടിക്കും അവർക്ക് പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ സംഘടനയിൽ അങ്ങോട്ട് ചേർന്നു എന്നുള്ള വരൂലല്ലോ. അപ്പോൾ VD സതീശൻ തന്നെ RSSുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ ചില ഫോട്ടോകളുടെ മുമ്പിലൊക്കെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതൊക്കെ ഓർമ്മ വേണം. വെറുതെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ.